വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കേരളം ആ ഒരു പോരാട്ടം ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാൻ ഈ തെരഞ്ഞെടുപ്പിനെയും പൂർണ്ണമായിട്ട് ഫലപ്രദമായി കൈകാര്യം ചെയ്യപ്പെടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം. മറ്റൊന്ന് വികസനം തന്നെയാണ്. കേരളം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാവുന്ന രീതിയിലുള്ള വികസന പരിപ്രേക്ഷ്യത്തോടു കൂടിയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. കഴിഞ്ഞ നവംബർ 1-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ലോകത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് പുറമെ ആദ്യമായി മുതലാളിത്ത സമൂഹത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ആദ്യത്തെ നാടായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന സമൂഹത്തിൽ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും അവസാനിപ്പിക്കാൻ മുതലാളിത്ത സമൂഹത്തിനാവില്ല എന്നുള്ളതൊരു നിയമമാണ്. അവിടെ മുതലാളിത്ത പാത പിന്തുടരുന്ന ഇന്ത്യൻ സമൂഹത്തിൽ ഒരു ബദൽ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിദാരിദ്ര്യവും തുടർന്ന് ദാരിദ്ര്യവും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലേക്കാണ് കാര്യം നീങ്ങുന്നത്. ഈ പ്രാവശ്യത്തെ പ്രകടന പത്രികയിൽ ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സർവതല സ്പർശിയായ രീതിയിലുള്ള വളർച്ചയാണ്, വികാസമാണ് കേരളത്തെ സംബന്ധിച്ച് തുടർ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വളരെ ചുരുക്കം മാസം കൊണ്ട് നമ്മൾ പോകാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണത്തിൻ്റെ 3-ാം ടേം നൽകുന്ന ഒരു ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടത്തിലൊക്കെ ആയിരിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക്. അതിൻ്റെ കേളിക്കൊട്ടാണ് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അത് തീർച്ചയായും കേരളത്തിലെ ജനതയുടെ ജീവിതത്തിൽ ലോകത്തെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തോടൊപ്പം അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നം വെക്കുന്നത്. അതാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് വികസനം. ഞാൻ ഓരോന്നോരോന്ന് വിശദീകരിക്കേണ്ടിയില്ല, അതെല്ലാം ചർച്ച ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. വികസനത്തെപ്പറ്റി പറഞ്ഞാൽ എത്ര മണിക്കൂർ പറഞ്ഞാലും തീരാതെ അത്ര വികസന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എല്ലാ വികസനത്തിനും എതിരായ നിലപാടാണ് UDF കൈകാര്യം ചെയ്യുന്നത്. വികസന വിരുദ്ധ രാഷ്ട്രീയം ഇതുപോലെ കൈകാര്യം ചെയ്ത ലോകത്തിലെ അത്യപൂർവം പ്രതിപക്ഷമേ ഉണ്ടാവുള്ളൂ. കേരളത്തിലല്ല ഞാൻ പറയും, ലോകത്ത് തന്നെ. സാധാരണ പ്രതിപക്ഷത്തിൻ്റെ ജനാധിപത്യപരമായ ചുമതല ഭരണപക്ഷം അംഗീകരിക്കുന്ന നിലപാടുകളോട് വിയോജിക്കാം, പക്ഷേ യോജിപ്പുള്ള കാര്യങ്ങൾ യോജിച്ച് മുന്നോട്ടേക്ക് പോകാം, വിയോജിപ്പ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഇതാണ് സാധാരണ ചെയ്യുക പ്രതിപക്ഷം. ഇവിടെ അങ്ങനെയല്ല, തീരുമാനിച്ചു വന്നിരിക്കുകയാണ് ഒരു വികസനത്തെയും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നത്. വികസന വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ച ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അല്ല പ്രസ്ഥാനങ്ങളാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വികസനത്തെ പറ്റിയോ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മുന്നേറ്റം ജനങ്ങളുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിദാരിദ്ര്യം അവസാനിക്കുന്ന ഘട്ടം മുതൽ തന്നെ തുടങ്ങി. അതാണ് പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് 1000 രൂപ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് നൽകാനുള്ള തീരുമാനം. ഇതെല്ലാം വളരെ ശ്രദ്ധേയമായ പരിപാടികളാണ്. യുവജനങ്ങൾക്ക് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ജോലി ആഗ്രഹിക്കുന്ന, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരു 5 ലക്ഷം ആളുകൾക്കാണ് 1000 രൂപ വീതം കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. ഇങ്ങനെ നിരവധിയായ പരിപാടികൾ. ഏതാണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ 29-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ ഒരു 1.5 കോടിയോളം വരുന്ന ആളുകൾക്കാണ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള നീക്കമാണ്. 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത്. അത് തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ തന്നെ. നവംബർ 1-ന് മുമ്പ് തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാനാകുന്നത്.